ഗൈസ് അങ്ങനെ പതിവ് പോലെ പിന്നെയും മാസങ്ങൾക്ക് ശേഷം ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റാത്തതിന് മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കിട്ടുന്നില്ല ഗൈസ്. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാത്തതിന് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് വ്ളോഗ് ഇട്ട് പോകുമ്പോൾ നമുക്കതൊരു ഹാപ്പിയാണ്. പക്ഷേ ഇപ്പോൾ തീരെ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഇടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഡെയിലി ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, എപ്പോഴും പറയുന്നതുമാണ്. പക്ഷേ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് ഇടാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം 12 മണിയായിട്ട്, അതായത് ഉച്ചയ്ക്ക് 12 മണിയായി. അപ്പോൾ നോർമലി ഇപ്പോൾ ഞാൻ ഒരു 10 മണി ആ സമയമൊക്കെ ആകുമ്പോൾ എണീക്കാറ്. അതിന് മുമ്പ് നിങ്ങൾ വ്ളോഗിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചിങ്ങട് വന്നതിന് ശേഷമാണെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എണീക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 മണി ആ സമയമൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ്. ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ടാണ് കേട്ടോ. ആഴ്ച നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റ് പല്ലുതീപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പല്ലുതീപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് വീട്ടിൽ ഡോഗും ക്യാറ്റുള്ളത് അറിയാലോ. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. ഇതാ ലിസി ഉണ്ട്. ലിസിനെ ചെറുപ്പത്തിൽ കണ്ടായിരിക്കുമല്ലോ എല്ലാവരും. പിന്നെ ഇത് റൂബിൻ്റെ ന്യൂ ബേബീസ് ഉണ്ട്. പിന്നെ ഇത് ടോബി, പിന്നെ റൂബിൻ്റെ ഫസ്റ്റ് ഡെലിവറിയിലെ ബേബീസ്. അതായത് വാവച്ചി ഡെലിവറീൻ്റെ ആ സമയത്ത് വാവച്ചി ഡെലിവറി ആവുന്നതിന് മുമ്പ് റൂബി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുട്ടികളാണ് ആ 2 വലിപ്പിട്ട. അപ്പോൾ ഈ ഞാൻ എണീറ്റു, പല്ലുതീപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ ഫുഡിനായത് ചോറ് വയ്ക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് യൂസ് ചെയ്യണല്ലോ. അപ്പോൾ അതെന്താ റീസണും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ വാവച്ചിയും ചിങ്ങടുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വാവച്ചി ചിങ്ങടും കണ്ടില്ല, അവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഒന്നാമത് ചിങ്ങടു ലേറ്റായിട്ടായത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങടു രാവിലെ വരെ ഇരിക്കാമെന്നല്ല, പക്ഷേ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളുണ്ട്. അത് കറക്റ്റ് ഡെയിലി ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കറക്റ്റായിട്ടുള്ള രീതിയിൽ പോകുന്നില്ല. അതായത് ഉറക്കമായി ഓരോ ദിവസം ഓരോരോ ടൈമിങ്ങിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രാവിലെയാണെന്നുണ്ടെങ്കിലും എണീക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിലും അമ്മ ഇപ്പോൾ ഇടയ്ക്ക് വരിക. കാരണം എന്ന് വെച്ചാൽ അച്ഛനവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് പോകാം. അങ്ങനെയാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ മൂപ്പര് വരും. അപ്പോൾ ഒരു ഹെൽപ്പാണ്. വന്നിട്ട് അമ്മ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വായിച്ചാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഞങ്ങൾ കുഴപ്പമില്ലാണ്ട് പോകണു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വായിച്ച് നിങ്ങളൊക്കെ എണീക്കാനായി. കാരണം ഞാൻ അതിനേക്കാൾ എത്രയോ മുമ്പ് എണീച്ചിട്ടിരിക്കേണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് വൈകിയിരിക്കുന്ന സംഭവമൊന്നുമില്ല. അപ്പോൾ അവരെന്തായാലും എണീക്കാനൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ എണീച്ചിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കറണ്ട് പോയിട്ടാ, മഴ നല്ല കാറ്റുമഴ മുമ്പ് കറണ്ട് പോയി. അപ്പോൾ കറണ്ട് പോയിട്ട് കുറച്ച് നേരം ഞങ്ങൾക്ക് വായിച്ചു വിളിച്ചു, ഒന്നും സംസാരിച്ചില്ല. വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും എണീച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഇപ്പോൾ ചൂടുണ്ടെങ്കിൽ ആയിട്ട് വിളിച്ചായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ എണീറ്റിട്ടില്ല, ചൂടെടുത്തിട്ടാണ് വന്നിട്ടിരിക്കാൻ. അളൂ ചൂടെടുത്ത് അതെ ചിങ്ങടൂ മുടി കണ്ട അങ്ങനെ നിൽക്കുന്നു, പേർത്തൊട്ടിയിട്ട്. ചിങ്ങടുവാ എന്നാണിത് ഇപ്പോൾ കുറേ എന്താണ് ഇതായില്ല, ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് അതുകൊണ്ട് പോകുന്നുണ്ട്. കാര്യമായിട്ടിരുന്ന് നോക്ക്. ഒരാളിവിടെ എണീറ്റിട്ട് അവിടെ മുണ്ടാണ്ട് കിടക്കുക, ചാടിക്കളിക്കുക, കിടക്കുക, ചാടിക്കളിക്കുക. അല്ലേ ഹലോ പറ. എണിച്ച് മപ്പിലിരിക്കാണ് ഗൈസ്. ഹലോ കണ്ണിലെന്തോ തടഞ്ഞു നിൽക്കുന്നത്. ചിങ്ങടാ ഹായ് പറ. ഹലോ ഹായ്. ആടിനീടി ഉറക്കത്തിനെതിരാണ് തൂങ്ങണം. ഇപ്പൊ വീഴും എന്തോ പോയ പോലെ ആലോചിച്ച് നിന്ന് പല്ല് തേക്കണ വാവിച്ച്. ആണ് ചിങ്ങടു ഇവിടെ ഇരിക്കുകയാണ്. അല്ലേ ചിങ്ങടു? അല്ലേ ഇവിടല്ലേ ഇവിടെ വായിച്ചിങ്ങനെ പല്ലേക്കുന്ന സമയത്ത് അതായത് എനിക്കിന്ന് കറക്റ്റ് ടൈമിങ്ങിനാണല്ലോ. അപ്പോൾ എന്നും എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിങ്ങടി എടുത്തിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ ചിങ്ങടു ഇതില്ല, അല്ലെങ്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചിരിക്കും ചിങ്ങടു. അല്ലേ? അത് നോക്കിട്ടാ മിയാവും നോക്ക്. രാത്രിന്റെ ആളാണ്, രാത്രി മാത്രമേ മുമ്പ് കളിക്കുള്ളൂ. അതെ.
കുട്ടി ഡാഡി കുട്ടി ഡാഡി കുട്ടി ഡാഡി ഉറക്കത്തിന്റെ പല്ലിക്കുമ്പോ ഇങ്ങനെ ബ്രഷ് ഇടുന്ന സമയത്ത് നമ്മൾ ചിരിക്കുന്ന പോലെ ഈ പറയില്ല, അപ്പൊ ചിരിക്കുന്ന കൊണ്ടാണ് ചിരിക്കുന്ന ഒരാള് അല്ല. എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്നറിയില്ല. ഇതൊന്നുമല്ല സൗണ്ട്. അതെ, ഇനി ഓണാവണേ ഉള്ളൂ അല്ലേ? ഒരു സൗണ്ട് വരാനുണ്ട്. ഗൈസ്, അപ്പോ കറണ്ട് പോയി. KSEBിക്ക് വിളിച്ചപ്പോ പറഞ്ഞു ഇവിടെ അടുത്തെവിടെയും മരം വീണിരിക്കണല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് എന്താണ് കറണ്ട് വരാൻ സമയം, കാരണം മരം വെട്ടി മാറണം. ഒന്നാമത് അത് പോയ സമയത്ത് നല്ല കാറ്റടിച്ചിട്ടുണ്ട്, നല്ല കാറ്റും മഴയും വന്നിട്ടുണ്ട്. ആ ടൈമിൽ എവിടെയും പുഴങ്ങി വീണതാണ്, ഇവിടെ അടുത്തെവിടെയും വീണുണ്ട്. അപ്പോൾ എന്തായാലും കറണ്ട് വരാൻ സമയമുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കറണ്ടും കാര്യങ്ങളും പോയിരിക്കുന്ന പറഞ്ഞ മരം എന്തോ അവിടെ വീണിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിങ്ങുവിനാണെന്നുണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ കൊടുക്കാൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് പോയതുകൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മനെ വിളിച്ചപ്പോൾ ഇവിടെ കറണ്ട് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ കാടൂർക്ക് പോയിക്കൊണ്ടിരിക്കണല്ലോ. ഇവിടെ ഒരാൾ വിശന്നിട്ട് തോന്നുന്നു, വിശന്ന കടിക്കും. അപ്പം ഞങ്ങൾ കാടൂർക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ അമ്മൻ്റെ പറഞ്ഞിട്ടുണ്ട്, അപ്പം അമ്മ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ ചിങ്ങുവിന് അങ്ങനെ ഫുഡ് കൊടുക്കാമല്ലോ. കാരണം കറണ്ട് വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഒന്നാമത് മരം വീണതല്ല, അപ്പം സമയമാവുന്നവർ പറഞ്ഞു. ചിങ്ങു വിശത്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഈ കാടൂരെത്തി. ഇപ്പോഴല്ല അപ്പോഴേ എത്തി. ചിങ്ങുവിനെ കൊണ്ടുവന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാനും വായിച്ചുകൂടി പുറത്ത് പോയി കഴിക്കാൻ പോയി. ഇല്ലാതെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അമ്മ ഇവിടെ ഉണ്ട്. ഇവിടെ ചിങ്ങയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരുമ്പോഴും ചിങ്ങട് കുറച്ച് നേരമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചിങ്ങട് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരിക്കാറുണ്ടല്ലോ. അവൻ വരുന്ന സമയത്ത് ഒരേ ഇതായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓർമ്മയില്ല. പെട്ടെന്ന് കണ്ടതാണ് ഒരേ കരച്ചിലായിരുന്നു. കണ്ട അവിടെ പുറക്കുമപ്പിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ചിങ്ങടോ ഇവിടെ എന്താണിത്? ഇവിടെ ഇതുപോലെ തന്നെ ഈച്ചയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ണിന്റെ നോക്കി അതിന് പിടിക്കാൻ പോലാണ് പണി. നോക്ക് എന്നിട്ട് അതിന് പിടിക്കാൻ പോവുക. ചുമന്റെ അവിടെ ഇങ്ങനെ നിർത്തിക്കാൻ എന്തെങ്കിലും പ്രാണികളുടെ അതിന് പിടിക്കാൻ പോവും. ചിങ്ങണ്ടോ? ഗൈസ്, അപ്പോൾ വാവച്ചിനും ചിങ്ങടൂനെ അവിടെ കാടൂർ തന്നെ ഉണ്ട് അവർ. അപ്പോൾ അവരിനെ അവിടെ വിട്ടിട്ട് ഞാൻ പുറത്തു നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞങ്ങൾക്കൊരു ഷൂട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വളർന്ന ഒരു മാതിരിയായിരുന്നു. അപ്പോൾ എന്തായാലും ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. നോർമലി ഡെലിവറിക്ക് മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാനും വായിച്ചുകൊണ്ട് വരും, വായിച്ചിരിക്കും, ഞാൻ കട്ട് ചെയ്യും, അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങടു ഡെലിവറി കഴിഞ്ഞാൽ ചിങ്ങടു ഉള്ളതുകൊണ്ട് തന്നെ ചിങ്ങടുവിന് ഒരുപാട് നേരം നിർത്തിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്നാൽ ചിങ്ങടുവിനൊരു ഇതുണ്ടാകുമ്പോൾ ഓൾറെഡി ആയിരിക്കും. അപ്പോൾ ചിങ്ങടു നേരം നിൽക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡെലിവറിക്ക് ശേഷം പിന്നെ ഹെയർ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് വരാറ്. അപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വേഗം പോയി കട്ട് ചെയ്തിട്ട് വരും. ഇപ്പോൾ ആൾ കുറച്ച് കുറവ്, തിരക്ക് കുറച്ച് കുറവാണ്. ഈ ഒരു ടൈം ആയതുകൊണ്ട് ഒരു 4 മണി 4:30 ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് തിരക്ക് കുറവാണ്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ വൈകി കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചു പോകുമ്പോൾ 10 മണിയാവും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് അവരിനോട് വിട്ടിട്ട് ഞാൻ വേഗം പോയതും ഞാൻ വേറെ വീഡിയോ എടുത്തില്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഗൈസ് ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും നേരെ പോയി മുടി വെട്ടിയിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഹെയറും കാര്യങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ലുക്ക്. അപ്പോൾ കുറച്ച് വെളുക്കുമ്പോൾ വന്നതാണ്. ഇപ്പോൾ കുറച്ചൊരു ഇരുട്ടായി, അതായത് ഒരു 4 മണി 4:30 ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ കുറച്ച് ഇരുട്ടായി. പിന്നെ ഒന്നും മഴയൊക്കെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത് കുറച്ച് നേരത്തെ ഇരുട്ടാവുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോയത് കാടൂർക്ക് പോവുക. പിന്നെ വാച്ചിങ് ചിങ്ങടോടുണ്ടല്ലോ, അപ്പോൾ അതിനെ കുടിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് കാടൂർക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മയുണ്ട് കേട്ടാ. എന്ത് സംഭവിച്ചു? ഞാനത് എടുത്തിട്ടുണ്ട്. ഒരാൾക്കറിയില്ല. അയ്യോ ഗൈസ്, അപ്പോൾ അമ്മനെ കൂട്ടി. അപ്പോൾ എന്താ വെച്ചാൽ നാളെ ഷൂട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസും ചെയ്യണം. അപ്പം ഷൂട്ടൊന്നും ഉണ്ടെങ്കിൽ അമ്മ വരും. അപ്പോൾ കാരണം അമ്മയ്ക്ക് ഇപ്പോൾ ഇവിടെ കൺവീൻസായി നിൽക്കാൻ പറ്റില്ല, കാരണം അച്ഛനോട് ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. അല്ലേ അവൻ
എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വരും. മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴി ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട്. ഞാനും വാവച്ചിയും കുടിച്ചിരുന്നു, അമ്മയോട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിങ്ങടോടെ ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി വാവച്ചിക്കല്ലെങ്കിൽ ചായ പറ്റുമല്ലോ. ഇപ്പോൾ ചായ ഒരു ശീലമായി. ഇപ്പോൾ ചായ വേണം. അത് വരുമ്പോൾ ഇവിടെ നിന്ന് വീടിൻ്റെ അവിടെ ഒരു കടയുണ്ട്, അവിടെ നിർത്തുക കുടിക്കുക. ഇതാണ് വായിച്ചിട്ട് ഇപ്പോഴത്തെ. ഇങ്ങനെ പറയും പിന്നെ ഒരു 3 മണി 4 മണി പുലർച്ചയ്ക്കൊക്കെ ആവുന്ന സമയത്ത് അപ്പം ഞാൻ പറയാം ശരി കേട്ടാ. കട്ടൻ. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വീടെത്തിയിട്ടാ. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ രാവിലെ പറഞ്ഞു. അപ്പോൾ വാവിച്ചു ഒന്നുകൂടെ പറഞ്ഞോട് എന്താണ് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം. എന്താണ് മെയിൻ വെച്ചാൽ ഒന്നിനും സമയം കിട്ടില്ല, അതാണ് സത്യം. സമയം കിട്ടുന്നില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാൻ പറ്റാത്തതിൽ നല്ല സങ്കടം. കാരണം ഞങ്ങൾക്ക് വീഡിയോ ഇടുന്ന സമയത്ത് ഞങ്ങൾക്കതൊരു ഹാപ്പിയാണ് അല്ലേ, ഒരു ഹാപ്പിയാണ്. പക്ഷെ അത് ഇടാൻ പറ്റാത്തതിൽ നല്ല സങ്കടം. പക്ഷെ പറ്റുന്നില്ല. ഞങ്ങൾ ഈ ഇടയിൽ 3 കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് ഇടണമെന്നുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പൊ ഏകദേശം ഒരു മന്തായല്ലോ. അപ്പൊ എന്താ പറയാ, ആ ഒരു ടൈം വരെയുള്ള സംഭവങ്ങളൊന്നും നമുക്കതൊന്നും ഫുള്ളെല്ലാം ഒന്നും ഇടാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഒന്നാമത് അമ്മയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വരും പോകും അങ്ങനെ. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഇതുണ്ടെങ്കിലൊക്കെ അമ്മ അങ്ങനെ വരും. അപ്പം നമുക്കൊരു ഹെൽപ്പ് ആവും. പിന്നെ എന്താ വെച്ചാൽ കൺവീൻസ് ആയി നിൽക്കാൻ പറ്റില്ല. ഒന്നത് അച്ഛനോട് ഒറ്റയ്ക്ക് ആയതുകൊണ്ടല്ലോ അവൻ. അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇത്. പിന്നെ അമ്മ കൺവീൻസ് ചെയ്ത് ചിങ്കുടുവിന്റെ ഉറക്കത്തിന്റെ രീതി അത് ഇതുവരെയായിട്ട് ജനിച്ചപ്പോ തൊട്ട് ശരിയായിട്ടില്ല. ശരിയില്ല, ഇടയിലൊന്നും ചേഞ്ച് ആവും. പക്ഷെ ആ സമയത്ത് എന്താണ് ഞാൻ എങ്ങനെയെങ്കിലും ഉറങ്ങും. വാവിച്ചിക്ക് ഉറക്കം വരില്ല. വാവിച്ചപ്പോൾ രാവിലെ വരെ എന്നിട്ട് രാവിലെ 6 മണിക്കൊക്കെ ആയിരിക്കും വാവിച്ച് ഇവിടേക്ക് പകൽ എങ്ങനെയാണോ അങ്ങനെയാണ് രാത്രി. അതെ, പക്ഷെ നമുക്ക് ഈ പകല് രാത്രി അതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാം അതുപോലെ ചേഞ്ച് ചെയ്ത് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യേണ്ട സംഭവങ്ങൾ കൂടുതൽ പകലായിരിക്കും. പക്ഷെ നമുക്ക് രാത്രി ആവുമ്പോൾ പറ്റില്ല. നോർമല് ഏറ്റവും കൂടുതൽ ടൈം നമുക്ക് കിട്ടണത് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പകലായിരിക്കുമല്ലോ. അതാണ് രാത്രിയാണ് പക്ഷെ സമയം കിട്ടുന്നത്. ഇപ്പൊ രാത്രി ടൈം കിട്ടിയിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാൻ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 3 മണിക്കൊക്കെയാണ് എണീക്കണത്. ചിലപ്പോ 2 മണിയാവും, ചിലപ്പോ 3 മണിയാവും. അതായത് വൈകുന്നേരം കേട്ടോ. അപ്പൊ അത്രയും ടൈം ഇതാണത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് കുറച്ച് ടൈം രാവിലെ കിട്ടണുള്ളൂ. അപ്പൊ അതൊക്കെയാണ്. പക്ഷെ എന്തായാലും ഞങ്ങൾ മാക്സിമം ശരിയാക്കണം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് സെറ്റായി വരുമെന്ന് വിചാരിക്കണം. എന്തായാലും സെറ്റായി വരാം. നമുക്ക് ഇനി ഡെയിലി ബ്ലോഗ് ഇടണം. ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പ് എടുത്തിട്ടാണ് പറയണത്. പക്ഷെ എപ്പോഴും നമുക്ക് അതെ. പക്ഷെ ഇനിയിപ്പോ എന്താ ഇപ്പൊ ഡെയിലി വ്ളോഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡെയിലി വരണമൊന്നും ഇല്ല, പറയാൻ പറ്റില്ല. നമ്മുടെ ഓരോ സിറ്റുവേഷനും കാര്യങ്ങളാണ്. പിന്നെ മെയിൻ സ്റ്റോറേജിന്റെ ഇഷ്യൂസ് ഉണ്ട്. സ്റ്റോറേജിന്റെ ഉണ്ട് കേട്ടോ. പിന്നെ ടൈമിന്റെ മെയിൻ ആണ്. പിന്നെ സ്റ്റോറേജിന്റെ ഒരു പ്രശ്നം. ബേബിയാണെങ്കിൽ കുറെ ആയിട്ട് വീഡിയോ എടുക്കണം പറയും, പക്ഷെ സ്റ്റോറേജ് ഉണ്ടാവും. ശേഷം അവളുടെ മാത്രം വീഡിയോസ് എടുത്തിട്ട് തന്നെ മാക്സിമം ഫുള്ളാണ്. അപ്പൊ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര ഇതാണ്. അതിന്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷെ ഇപ്പോ എന്താണ് വീഡിയോ എടുത്തപ്പോ തന്നെ കുറച്ചൊന്നും എനിക്ക് കുറച്ചൊരു സ്റ്റോറേജ് ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പൊ എടുത്ത്. ഇനിയിപ്പോ ഇത് കഴിയുമ്പോൾ അത് ഫുള്ളാവും. ഇനിയിപ്പോ അടുത്ത് ക്ലിയർ ചെയ്യണം. അങ്ങനെയൊക്കെ ഇങ്ങനെ എടുക്കണം അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ്. പിന്നെ അതുപോലെ എന്താ പറയാ, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നുണ്ട് അല്ലേ ബേബിമാ? അതെ. പിന്നെ അതുപോലെ തന്നെ ചിങ്കുടുവിന്റെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചിങ്കുടിന് എത്ര മന്തായി. പിന്നെ അതുപോലെ തന്നെ ചിങ്കുടിന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ സംഭവങ്ങൾ പെൻഡിങ് ഉണ്ട്. എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളാണ് റീലിടും, അതിൽ കൂടെ നമുക്ക് എല്ലാം പറയാനും കാര്യങ്ങളും പറ്റില്ലല്ലോ വ്ളോഗ് പോലെ. അതെടുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ റീലിടും, ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടില്ല, അതിൽ നോക്കാനും കമന്റ്സ് കാര്യങ്ങളും ഒന്നിനും ടൈം കിട്ടില്ല. കിട്ടുന്ന സമയത്ത് ജസ്റ്റ് അങ്ങനെയല്ലേ. അപ്പം എന്തായാലും മാക്സിമം എല്ലാം ചിങ്കുടിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സംഭവങ്ങളും ഞങ്ങളുടെയും എല്ലാം നമ്മൾ ഇനി വഴിയെ പറഞ്ഞു തരുന്നതാണ്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടതിന് അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പം എന്തായാലും നാളെ നല്ലൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ.